നിയമവും കോടതി വിധിയും അടിസ്ഥാനമാക്കി വിജിലൻസ് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബാർക്കോഴ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും എന്നാൽ പിന്നീട് വിശദീകരണത്തിലൂടെ അത് മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് കാര്യത്തിലും രണ്ടഭിപ്രായം ഉണ്ടാകുക സ്വാഭാവികമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ബാർക്കോഴ കേസിൽ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെന്നും എന്നാൽ കെ.എം. മാണിക്കെതിരെ ശക്തമായ തെളിവുകളാണ് ഉള്ളതെന്ന സൂചനയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വിവാദ പ്രസ്താവന ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്തിയെന്നും ഇതിനെതിരെ ഐ ഗ്രൂപ്പിന്റെ അതൃപ്തി ഉമ്മൻചാണ്ടിയെ അറിയിച്ചതുകൊണ്ടാണ് പ്രസ്താവന തിരുത്താൻ അദ്ദേഹം തയ്യാറായതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദിത്തമുള്ള ഗവൺമെന്റാണ്, കൂട്ടുത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണിത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പറഞ്ഞു, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ആലോചിക്കേണ്ട സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രിയുമായി കക്ഷി നേതാക്കന്മാരും ആലോചിച്ച് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു. അത് വിശദീകരണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം വളരെ വിശദമായി തന്നെ എല്ലാ മാധ്യമങ്ങളിലും വന്ന കാര്യമാണ്. മാണിക്കെതിരെയുള്ള കേസിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഹൈക്കോടതി അന്വേഷണത്തിന്റെ പുരോഗതി ഓരോ നിമിഷവും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു കേസിന്റെ കാര്യത്തിലും സർക്കാർ ഇടപെടുകയോ ആരെയെങ്കിലും പ്രതിയാക്കാനോ ആരെയെങ്കിലും പ്രതിയാക്കാതിരിക്കാനോ ഒരിക്കലും ശ്രമിക്കാറില്ല. കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായി ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പത്തിന്റെയും കാര്യമില്ല. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. താൻ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന മുഖ്യമന്ത്രി. തന്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രണ്ടഭിപ്രായം ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് നിയമവിദഗ്ധന്മാരുടെ ഇടയിലും മറ്റേലും ഉണ്ട്. ആ രണ്ടഭിപ്രായത്തിൽ ആഭ്യന്തരമന്ത്രിയും ഞാനും ഒരേ അഭിപ്രായക്കാരാ. ഒരേ അഭിപ്രായക്കാരാണ്, യാതൊരു സംശയവും വേണ്ട. അത് തെറ്റായിട്ട് വളച്ചൊടിച്ച് കൊടുത്തിട്ട് ഒരു പ്രശ്നമാക്കാൻ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. പിന്നെ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആ രണ്ടഭിപ്രായം ഞാനും ആഭ്യന്തരമന്ത്രിയും തമ്മിലല്ല. ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര വകുപ്പും എടുത്ത അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. കാരണം ഇത് നമ്മൾ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു, അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. അവർ നല്ല നിലയിൽ അവരുടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെടുത്ത തീരുമാനം അതിന് ഒരു വിധത്തിലും ഗവൺമെന്റ് ഇടപെടത്തില്ല. അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ ഐ ഗ്രൂപ്പിന് അതൃപ്തി. മാണിക്കെതിരെ കേസെടുത്തത് കൂട്ടായ തീരുമാനമാണെന്നും ഈ തീരുമാനത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞുവെന്നും ഐ ഗ്രൂപ്പിന്റെ ആരോപണം. ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഐ ഗ്രൂപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് രമേശ് ചെന്നിത്തല. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കെ.എം. മാണിക്കെതിരെ കേസെടുത്തതിൽ ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ച് കേരള കോൺഗ്രസ് നേതാക്കൾ തുടക്കത്തിലെ രംഗത്തെത്തിയിരുന്നു. തനിക്കെതിരെ കേസെടുത്തത് അനാവശ്യ നടപടിയായിരുന്നുവെന്ന് കെ.എം. മാണിയും കഴിഞ്ഞ ദിവസം പരസ്യമായി കുറ്റപ്പെടുത്തി. ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ഈ പരാമർശങ്ങളെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും ന്യായീകരിച്ചതോടെ അതൃപ്തിയുമായി കൂടുതൽ ഐ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിന് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണെന്നാണ് ഐ ഗ്രൂപ്പിന്റെ കുറ്റപ്പെടുത്തൽ. കെ.എം. മാണിക്കെതിരെ കേസെടുക്കുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും മന്ത്രി കുഞ്ഞാലിക്കുട്ടിയോടും കെ.എം. മാണിയോടും കൂടിയാലോചിച്ചിരുന്നു. എന്നിട്ടും സത്യാവസ്ഥ മറച്ചുവെച്ച് ആഭ്യന്തര വകുപ്പിനെ മാത്രം പഴിചാരാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളോടുള്ള അതൃപ്തി തിങ്കളാഴ്ച ചേരുന്ന KPCCയിൽ അറിയിക്കാനാണ് ഐ ഗ്രൂപ്പ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രി നിയമവാഴ്ചയിൽ ഇടപെടുന്നു. ബാർക്കോഴ കേസിൽ മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കരുതെന്ന സന്ദേശം മുഖ്യമന്ത്രി നൽകിയെന്നും കോടിയേരി. ബാർക്കോഴ കേസിൽ തെളിവില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞെട്ടിക്കുന്നതെന്ന് പന്ന്യൻ രവീന്ദ്രനും പറഞ്ഞു. PC ജോർജിന്റെ ബോംബിനെ പേടിച്ച് ഞെട്ടിയിരിക്കുകയാണ് മുഖ്യനെന്നും പന്ന്യൻ കൂട്ടിച്ചേർത്തു. ഇന്ന് നിയമവാഴ്ചയിൽ ഇടപെടുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത, ഭരണഘടനാ വിരുദ്ധമായ, നിയമവിരുദ്ധമായ ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള വിജിലൻസ് എതിരായിട്ട് നടത്തിയിട്ടുള്ള ഈ പരസ്യമായിട്ടുള്ള വിമർശനം. എക്സൈസ് മന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ അന്വേഷണം ചെന്നെത്താൻ പോകുന്നത് മുഖ്യമന്ത്രിയിലേക്കായിരിക്കും. ബാർ കുംഭകോണത്തിൻ്റെ എല്ലാ കാർമ്മികത്വവും വഹിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. ഈ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരായുള്ള പരാതി അന്വേഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഫലത്തിൽ
അഴിമതിക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അഴിമതിക്കാരായ മന്ത്രിമാർ വാണരുളുന്ന ഒരു പൊന്നാപുരം കോട്ട പോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടറി. കേരളത്തിൻ്റെ ചരിത്രത്തിലും ജനാധിപത്യത്തിൽ ഇന്നേ വരെ നടക്കാത്ത ഒരു സംഭവമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രഖ്യാപനങ്ങൾ. ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് രംഗത്ത് വന്നിരിക്കുക. ബാർക്കോഴ കേസിൽ തെളിവില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ കേസിൽ മാണിയെ അദ്ദേഹം രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി, കോടതിയെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി. കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരെന്നും കൂടി പരസ്പരം അടിമതി നടത്തിക്കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. മാണിയും മുഖ്യമന്ത്രിയും തമ്മിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അഴിമതിക്ക് മറിയിടാനുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അല്ല, ജോർജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, ജോർജ് പറയുന്നുണ്ട് കയ്യിൽ ബോംബുണ്ടെന്ന്. ഇനി പലതും പറയാനുള്ള ബോംബ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതിനൊക്കെ ഭയന്ന് വിറച്ച് കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ഗവൺമെൻറ്റോ കേരളത്തിൽ. ഉമ്മൻചാണ്ടി ജഡ്ജി ചമയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അന്വേഷണ ഏജൻസി മാണിയെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. മാണിയെ കുറ്റവിമുക്തനാക്കാൻ ഉമ്മൻചാണ്ടിക്ക് അധികാരം ലഭിച്ചത് എപ്പോഴാണെന്നും VS ചോദിച്ചു. ലീഗിന്റെ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് പ്രവർത്തക സമിതി യോഗത്തിലും തീരുമാനമായില്ല. അന്തിമ തീരുമാനത്തിനായി പാണക്കാട് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തി. PV അബ്ദുൽ വഹാബും KPA മജീദുമാണ് സാധ്യതാ പട്ടികയിലുള്ളത്. 3 മണിയോടെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചു. രാജ്യസഭാ സീറ്റിലേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിന്റെയും മുൻ രാജ്യസഭാ അംഗം PV അബ്ദുൽ വഹാബിന്റെയും പേരുകളാണ് ഉയർന്നു വന്നത്. ചർച്ച തർക്കത്തിലേക്ക് മാറിയതോടെ പൊതുചർച്ച ഒഴിവാക്കി. പാണക്കാട് ഹൈദരലി തങ്ങൾ ഓരോ ജില്ലയുടെയും ഭാരവാഹികളെ പ്രത്യേകം വിളിച്ച് അഭിപ്രായം തേടി. പ്രവർത്തക സമിതിക്ക് ശേഷം ഉന്നതാധികാര സമിതി ചേർന്നെങ്കിലും സമവായം കണ്ടില്ല. പ്രവർത്തക സമിതി യോഗം രാജ്യസഭ സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി തങ്ങളവറുകളെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. തങ്ങൾ ഇത് സംബന്ധിച്ച് നാളെ തീരുമാനമെടുക്കും. തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങളെ വിളിക്കാം, അറിയിക്കാം. പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷമായിരിക്കും തങ്ങളുടെ പ്രഖ്യാപനം. തർക്കം ഒഴിവാക്കാൻ പൊതുചർച്ച ഒഴിവാക്കിയാണ് ലീഗ് യോഗം ചേർന്നത്. ഇനി തീരുമാനമെടുക്കേണ്ട ചുമതല പതിവ് പോലെ പാണക്കാട് തങ്ങൾക്ക് തന്നെ. ലീഗ് ഹൗസിൽ നിന്നും ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം KT സാലിഹ്. വയലാർ രവി കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. ഇത് സംബന്ധിച്ച് KPCCയുടെ തീരുമാനം ഹൈക്കമാൻഡ് അംഗീകരിച്ചു. യമനിലെ ജിബൂട്ടിയിൽ നിന്ന് 700 ഇന്ത്യക്കാരുമായി 2 വിമാനങ്ങൾ പുറപ്പെട്ടു. ഇന്ന് അർദ്ധരാത്രിയോടെ വിമാനങ്ങൾ കൊച്ചിയിലെത്തും. മുഴുവൻ ഇന്ത്യക്കാരെയും 2 ദിവസങ്ങൾക്കകം നാട്ടിലെത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സനായിൽ ഇറങ്ങാനെത്തിയ മറ്റ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. സനയിൽ, അതായത് യമന്റെ തലസ്ഥാനമായ സനയിൽ 3ാമത്തെ ഫ്ലൈറ്റിനാണ് അനുമതി നിശ്ചയിച്ചത്. നേരത്തെ 2 ഫ്ലൈറ്റുകൾക്ക് അനുമതി തന്നു. അങ്ങനെ 360 പേർ ഏകദേശം നാട്ടിലേക്ക് ജിബൂട്ടിലേക്ക് എത്തിച്ചു. ഇന്ന് 4 വിമാനമാണ് ഇന്ത്യൻ എയർലൈൻസ് ഇന്ത്യൻ വിമാനങ്ങൾ ഇറങ്ങാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ 3ാമത്തെ വിമാനം, അതായത് തിരിച്ച് ജിബൂട്ടിൽ പോയി തിരിച്ചു വന്ന വിമാനത്തിനാണ് യാത്രാനുമതി നിഷേധിച്ചത്. നേരത്തെ 2 വിമാനങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞു. 4 വിമാനങ്ങൾക്കുള്ള അനുമതി, അല്ലെങ്കിൽ 2 എണ്ണത്തിന് മാത്രമേ അനുമതി ലഭിച്ചുള്ളൂ. അതിന് കാരണം ഇവിടെയുള്ള അസ്വസ്ഥത തന്നെയാണ്. യമന് ചുറ്റും ഇപ്പോഴും വിമാനത്താവളത്തിന് ചുറ്റും തന്നെ ഏത് നിമിഷവും വിമാനത്താവളം ആക്രമിക്കാം. കാരണം വിമത നീക്കം വളരെ ശക്തപ്പെട്ടിരിക്കുകയാണ്. ഹൂതി വിമതർ ഇപ്പോൾ പല ഭാഗങ്ങളിലായി വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലെത്തിയ എല്ലാ ഇന്ത്യക്കാരോടും നാളെ കാലത്ത് വരാനാണ് പറഞ്ഞത്. ബോർഡിംഗ് പാസ് എടുത്ത് വിമാനത്തിൽ കാത്തു നിൽക്കുന്ന ആൾക്കാരോടാണ് നാളെ വരാൻ വേണ്ടി എംബസി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പലർക്കും, അതായത് 4000 മലയാളികളടക്കം 10,000 ഇന്ത്യക്കാർക്കിൽ പലർക്കും പാസ്പോർട്ട് കയ്യിലില്ല, പലർക്കും ഔദ്യോഗിക രേഖകളില്ല. ഈ ഔദ്യോഗിക രേഖകളില്ലാത്തവർക്ക് തന്നെ സനയിലെ യമൻ എംബസിയിൽ നിന്ന്, യമൻ ഇമിഗ്രേഷനിൽ നിന്നും എക്സിറ്റ് പെർമിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അനധികൃതമായി താമസിക്കുന്ന പലർക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അതേസമയം യമനിലെ സിറ്റുവേഷൻ വളരെ 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 നിർണായകമായി വന്നിരിക്കുകയാണ്. കാരണം ഹൂതി വിമതരുടെ കൂടെ മറ്റ് ISDരും എല്ലാം കൂടി തന്നെ യമൻ ഒരു വലിയൊരു അപകടമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ പ്രവാസികൾ അവിടെ വളരെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം പലർക്കും 6 മാസം ശമ്പളമില്ല, ഭക്ഷണമില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ ഔദ്യോഗിക രേഖകളുമില്ല. ഈ അവസ്ഥയിൽ ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് ഇപ്പോഴും വരുന്നത് ഏറ്റവും വലിയ ആശങ്ക. സനായിൽ നിന്നും 2 ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ പേരെയും നാട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 340 പേർ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങും. നാളെ കപ്പൽ മാർഗം 1100 പേർ നാട്ടിലെത്തുമെന്നും ഉമ്മൻചാണ്ടിയുടെ ഉറപ്പ്.
VS പറയുന്നത് ഇന്ന് അദ്ദേഹം എന്തെങ്കിലും അടിസ്ഥാനത്തിൻ്റെ പേരിലാണോ? നാഥനില്ലാത്ത ആരോപണങ്ങളാണ് അദ്ദേഹം എടുത്തുപയോഗിക്കുന്നത്. ഞാൻ അദ്ദേഹം ഒരു കാസറ്റ് കൊടുത്തു. ആ കാസറ്റ് അദ്ദേഹം കണ്ടോ? അതിനകത്ത് എന്താ തെളിവുള്ളത്? ഒരു തെളിവുമില്ല. അദ്ദേഹം കാണുക പോലും ചെയ്യാതെ കയ്യിൽ കിട്ടിയ ഒരു കാസറ്റ് എടുത്തു കൊടുത്തത്. വിജിലൻസ് പരിശോധിച്ചിട്ട് ഇതിന്മേൽ നടപടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആര് പറഞ്ഞാലും അത് ഏറ്റുപിടിക്കുക. സ്വന്തമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ, തെളിവുകൾ സഹിതം പറയട്ടെ, നമുക്കത് നോക്കാം. ആശയക്കുഴപ്പം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനകത്തുണ്ടെങ്കിൽ ഉണ്ട്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വസ്ത്രം മാറാൻ കയറിയ തുണിക്കടയിലെ ട്രയൽ മുറിയിൽ ഒളിക്യാമറ കണ്ടെത്തി. ഗോവയിലെ ഫാബ് ഇന്ത്യയുടെ ഷോറൂമിലാണ് ക്യാമറ കണ്ടെത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേർ പിടിയിലായിട്ടുണ്ട്. മന്ത്രി സ്മൃതി ഇറാനി ട്രയൽ റൂമിൽ എത്തിയപ്പോഴാണ് വിദഗ്ധമായി ക്യാമറ ഒളിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. ക്യാമറയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മന്ത്രി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മന്ത്രിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ 4 മാസമായി ഈ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നുവെന്ന് തെളിഞ്ഞു. മാനേജറുടെ മുറിയിലാണ് കമ്പ്യൂട്ടറുമായി ക്യാമറ ബന്ധിപ്പിച്ചിരുന്നത്. ഈ കമ്പ്യൂട്ടറിൽ നിന്നും ട്രയൽ മുറിയിലെ നിരവധി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഭവ ദിവസം മാനേജർ അവധിയിലായിരുന്നു. ഗോവയിൽ 2 ദിവസം അവധി ആഘോഷിക്കാനെത്തിയ കേന്ദ്രമന്ത്രി പ്രാദേശിക BJP MLA മൈക്കൽ ലോബോയ്ക്കൊപ്പമാണ് ഷോറൂമിലെത്തിയത്. പോലീസ് കടയുടമയ്ക്കും മാനേജർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസ് അന്വേഷിക്കാൻ ഗോവൻ സർക്കാർ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്. ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ലോക്സഭ പാസാക്കിയ ഭേദഗതികളോടെയാണ് അംഗീകാരം. മാർച്ച് 31 ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് പുതിയ ഓർഡിനൻസ് തയ്യാറാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചത്. നേരത്തെ കൊണ്ടുവന്ന ഓർഡിനൻസിന്റെ കാലാവധി ഞായറാഴ്ച അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ഓർഡിനൻസിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയിൽ ബിൽ പാസാക്കാനായിട്ടില്ല. ലോക്സഭ പാസാക്കിയ ഭേദഗതികൾ ഉൾപ്പെടുത്തിയതാണ് പുതിയ ഓർഡിനൻസ്. കർഷക വിരുദ്ധ വ്യവസ്ഥകളുള്ള ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഓർഡിനൻസ് രാജിന് വീണ്ടും കേന്ദ്ര സർക്കാർ തയ്യാറായത്. ഓർഡിനൻസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിൽ കർഷക പരിസ്ഥിതി സംഘടനകളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഞായറാഴ്ച രാജ്യവ്യാപകമായി ഓർഡിനൻസ് കത്തിക്കും. ഏപ്രിൽ 22-ന് ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി പാർലമെന്റ് മാർച്ച് നടത്തും. അതേസമയം ബാംഗ്ലൂരിൽ ചേരുന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗം പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസിനെ അനുകൂലിച്ച് രാജ്യവ്യാപകമായി റാലികൾ നടത്താനും BJP തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP ദേശീയ നിർവാഹക സമിതി യോഗം ബാംഗ്ലൂരിൽ പുരോഗമിക്കുന്നു. ബീഹാർ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളാണ് ചർച്ചാ വിഷയം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകളെക്കാൾ കൂടുതൽ അംഗത്വത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായി അമിത്ഷായുടെ വിലയിരുത്തൽ. മോഡി സർക്കാർ സമ്പന്ന വർഗത്തിന്റെയും കോർപ്പറേറ്റുകളുടെയും മാത്രം സർക്കാരായി മാറിയെന്ന പൊതുജന വികാരം തണുപ്പിക്കുന്നതിനാവശ്യമായ തന്ത്രങ്ങളാണ് ദേശീയ നിർവാഹക സമിതി ചർച്ച ചെയ്യുന്നത്. ഈ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയായിരുന്നു പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുടെ ഉദ്ഘാടന പ്രസംഗം. BJP ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി വളർന്നുവെന്നും 2014 പാർട്ടിക്ക് വിജയങ്ങളുടെ മാത്രം വർഷമായിരുന്നുവെന്നും യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് വിലയിരുത്തി. 10 കോടി അംഗങ്ങൾ എന്ന ലക്ഷ്യമാണ് പാർട്ടിക്ക് മുന്നിലുള്ളതെന്ന് ഉച്ചവരെയുള്ള യോഗത്തിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ച പാർട്ടി വക്താവ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. കേരള we got only 14 lakh votes in parliament election and now there are more than 19 lakh members. It's a huge stride. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമാണെന്ന് ബോധ്യപ്പെടുത്താൻ സ്ക്വാഡുകൾ രൂപീകരിച്ച് ഭവന സന്ദർശനം നടത്തും. ഭവന സന്ദർശനത്തിലൂടെ മെമ്പർഷിപ്പും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷ. 15 ലക്ഷം പ്രവർത്തകരെ കണ്ടെത്തി പരിശീലനം നൽകി മുഴുവൻ സമയ പ്രവർത്തകരാക്കി മാറ്റും. കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തെ സംബന്ധിച്ച പ്രമേയവും യോഗത്തിന്റെ ആദ്യ സെഷനിൽ അവതരിപ്പിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതിക്കെതിരെ ഉയരുന്ന ബഹുജന പ്രക്ഷോഭം തണുപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾക്കും നിർവാഹക സമിതി യോഗം രൂപം നൽകും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി യോഗസ്ഥലത്തെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. M. സന്തോഷ്, ദില്ലി. പീഠാനുഭവത്തിന്റെയും കുരിശുസ്മരണത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും പുരോഗമിച്ചു. അതേസമയം ഇന്ത്യയിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരെ അടിച്ചമർത്തുന്നുവെന്ന് സൂസൈപാക്യം. പള്ളികൾക്കും പുരോഹിതർക്കും നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ലെന്നും സൂസൈപാക്യത്തിന്റെ വിമർശനം. ക്രിസ്തുവിന്റെ ജീവിതം കുരിശോടെ തീർന്നു എന്ന് കരുതിയ യഹൂദരിൽ അവന്റെ മരണസമയത്ത് സംഭവിച്ച അടയാളങ്ങൾ ഭയമുളവാക്കി. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച്
കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സംസ്ഥാനത്തുടനീളം ഇത്തവണ നടന്ന കുരിശിന്റെ വഴി യാത്ര ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ പീഡനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു. പള്ളികൾക്കും പുരോഹിതർക്കും നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ലെന്ന് ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറണ്ട് ഡോക്ടർ എം സൂസപാക്യം പറഞ്ഞു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ലോകമാസകലം ഇതുപോലെ നിരവധി ഭീകരപ്രവർത്തനങ്ങളും കൊടും ക്രൂരതകളും നടക്കുകയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന തത്വം അവലംബിച്ചുകൊണ്ട് ഇവരോടൊക്കെ അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കുവാനാണ് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നത്. അപ്രകാരമുള്ളൊരു പ്രതികരണം ഒരിക്കലും ഒന്നിനും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാവുകയില്ലെന്ന് യേശുവിന്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കറിയാം. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് കൊച്ചിയിൽ നടന്ന കുരിശിന്റെ വഴി യാത്രയ്ക്ക് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയും കോഴിക്കോട് വർഗീസ് ചക്കാലക്കലും നേതൃത്വം നൽകി. ആദ്യത്തെ ദുഃഖവെള്ളി ദിനത്തിന്റെ അപരാഹ്നത്തിലായിരുന്നു വെളിച്ചം അന്ധകാരത്തെയും നന്മതിന്മയെയും കീഴടക്കിയത്. അതാണ് രക്ഷകന്റെ കുരിശുമരണത്തിന്റെ മഹത്വം. ന്യൂസ് ഡെസ്ക്. തൃശൂർ ചാവക്കാട് അഞ്ചങ്ങാടിയിൽ സദാചാര പോലീസ് ചമഞ്ഞ കൊലപാതകം. പുതിയങ്ങാടി സ്വദേശി സവാഹിറാണ് കൊല്ലപ്പെട്ടത്. അനാശാസ്യ പ്രവൃത്തി ആരോപിച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. കൊലപാതകികൾക്ക് ലീഗ് ബന്ധമെന്നും ആരോപണമുണ്ട്. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഞ്ചങ്ങാടി പുതിയകാട് വീട്ടിൽ സവാഹിറാണ് സദാചാര പോലീസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മൂസ റോഡിലെ യുവതിയുമായി അവിഹിത ബന്ധം ആരോപിച്ചായിരുന്നു കൊലപാതകം. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ആ സമയത്ത് പ്രദേശത്തെത്തിയ യുവാവ് സദാചാര ലംഘനം നടത്തിയെന്നാരോപിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കളും പ്രദേശവാസികളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. അവശനിലയിലായ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. എന്നാൽ സംഭവം ആസൂത്രിതമാണെന്നും സവാഹിറിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. കടപ്പുറത്തിരുത്തി മദ്യം കൊടുത്ത് മദ്യം വയറുനിറയെ കൊടുത്തതിന് ശേഷം അടുത്തുള്ളൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താക്കി അതിൻ്റെ ഉള്ളിൽ നിർത്തുന്നതിന് മുമ്പ് തന്നെ എന്താക്കിയിട്ടുണ്ട്, ഇവനെ മർദ്ദിക്കാനുള്ള ആൾക്കാർ അതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് ഇവരെ ആസൂത്രണം ചെയ്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. 8 വർഷം മുമ്പ് സവാഹിറിന് പെൺകുട്ടിയുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് സംഭവത്തിന് പിന്നിൽ. മറ്റൊരു വിവാഹം കഴിച്ച സമീപ പ്രദേശത്ത് താമസിച്ചിരുന്ന യുവാവിന് യുവതിയുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം. അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവിന്റെ മകളുമായി ബന്ധമുണ്ടെന്ന ആരോപണമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് ആരോപണമുയർന്നു. സദാചാര ലംഘനം നടത്തിയെന്നാരോപിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംഭവത്തിൽ ചാവക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. Hello YouTube, my name is Lakshmi Menon. Welcome to my channel. So FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. So let's begin the tour. സമഗ്ര സംഭാവന Award 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.